ഹൈ ഗൈസ്, അപ്പം ഈ വീഡിയോനകത്ത് നമ്മൾ അപ്സ്റ്റോക്സ് എന്താണെന്ന് നമ്മൾ നോക്കണം. ഇപ്പം അപ്സ്റ്റോക്സ് പ്രോനെ പറ്റി നമ്മൾ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ പല സ്റ്റുഡൻസും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പല സ്റ്റുഡൻസും പേഴ്സണലി വിളിച്ചിട്ടും ജൂനിയർ ട്യൂട്ടറിനടുത്ത് പറഞ്ഞിട്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കണം, കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ പേഴ്സണലി ഞാൻ ആക്ച്വലി ഈ സ്റ്റേജിൽ സ്റ്റുഡൻസിന് ട്രേഡിംഗ് അക്കൗണ്ട് കൊടുക്കണതിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമില്ല, കാരണം ഭയങ്കര റിസ്ക്കിയാണ്. എന്നാൽ ഞാൻ ആദ്യം തന്നെ ഒരു വാർണിംഗ് തരികയാണ്, നിങ്ങൾ സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ പോലും പ്ലീസ് അതിനകത്ത് ട്രേഡ് ചെയ്യരുത്. അപ്പം എന്നോടൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഇങ്ങനെ മറ്റേ CID മൂസിൽ ചോദിക്കുന്ന പോലെ ഇങ്ങനെ തോക്കെന്തിനെ പിന്നെ തൂക്കിക്കൊണ്ട് നടക്കാനാണോ അത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുന്നത് ട്രേഡിങ്ങിന് വേണ്ടി തന്നെയാണ്. പക്ഷേ ഈ സ്റ്റേജിൽ നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങരുത് സ്വന്തമായിട്ട്. നിങ്ങൾക്ക് ഭയങ്കര ടെംപ്റ്റേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നും, ഞാൻ ട്രേഡ് ചെയ്താൽ ഞാൻ പൊളിക്കും, ഞാൻ ട്രേഡ് ചെയ്താൽ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാകാം. വെറും തോന്നലാണ്. നിങ്ങൾ ഈ സ്റ്റേജിൽ ട്രേഡിംഗ് ചെയ്യരുത്. വ്യക്തമായി പഠിച്ചിട്ട് ഒരു ശാസ്ത്രമായിട്ട് നിങ്ങൾ ഇതിനകത്ത് എക്സ്പേർട്ടായി കഴിഞ്ഞ് സർട്ടിഫിക്കേഷൻ എക്സാം കഴിഞ്ഞിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാറ്. പക്ഷെ നിങ്ങൾ തന്നെ കുറേ പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, സ്വന്തമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഇല്ല എന്ന് കുറേ പേര് വിഷം പറഞ്ഞതുകൊണ്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുകയാണ്, എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കേണ്ടതെന്നും അതിൻ്റെ ഒരു സ്റ്റെപ്സും വെച്ച്. ഈ വീഡിയോ ഉണ്ടാവും, അടുത്ത വീഡിയോനകത്ത് ഈ അപ്സ്റ്റോക്സിനകത്ത് എങ്ങനെയാണ് നമ്മൾ ആപ്പ് ഉപയോഗിക്കേണ്ടതെന്നും ഉണ്ടാവും. ഇപ്പം അപ്സ്റ്റോക്സ് ആപ്പ് ഇപ്പം കരിക്ക് എന്നുള്ള യൂട്യൂബ് ചാനല് ഇവരുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇവർ വലിയൊരു കമ്പനിയാണ്. ഇതിനെ പ്രത്യേക ഞാൻ തുടങ്ങിയപ്പോൾ സെറോദ എന്നുള്ള കമ്പനിയിൽ വെച്ച് തുടങ്ങി. ഇപ്പം ഇത്രയും കൂടെ നല്ലൊരു പേയ്മെന്റ്സ് ചീപ്പായിട്ട് ട്രേഡ് ചെയ്യാൻ സമ്മതിക്കുന്ന അപ്സ്റ്റോക്കാണ്. അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ട്രേഡിങ്ങിന്റെ സമയത്ത് നമ്മൾ ഓർത്ത് വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം അതിനകത്ത് കുറെ ചാർജസും കാര്യങ്ങൾ വരാറുണ്ട്, ബ്രോക്കറേജ് ചാർജസ്, ടാക്സസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരാറുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലുത് എപ്പോഴും ബ്രോക്കറേജ് ചാർജ്. അതായത് നമ്മൾ ഓരോ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റോക്ക് ബ്രോക്കർ, അതായത് ഞങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നമ്മുടെ പിറ്റേ ക്ലാസ്സുകളിൽ ഇതിന് മുമ്പിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ടുല്ലോ, നമ്മളും നമ്മുടെ എക്സ്ചേഞ്ചിനും നടുക്ക് നിൽക്കുന്ന ഒരാളൊരു ബ്രോക്കർ ഉണ്ടാവും, സ്റ്റോക്ക് ബ്രോക്കർ. അപ്പം നമ്മളുടെ സ്റ്റോക്ക് ബ്രോക്കർ ഏറ്റവും കൂടുതൽ പൈസ എടുക്കാറുണ്ട്. നമ്മളൊരു ട്രേഡ് നടത്തുമ്പോൾ സ്റ്റോക്ക് ബ്രോക്കർ അവൻ്റെ ഒരു കമ്മീഷൻ എടുക്കും, സാധാരണ ബ്രോക്കർമാർ കമ്മീഷൻ എടുക്കണമെന്ന്. അപ്പം നമ്മുടെ ലക്ഷ്യം ആസ് എ ട്രേഡർ നമ്മൾ എപ്പോഴും ലാഭം നോക്കണം, അല്ല അതുകൊണ്ട് നമ്മുടെ ബ്രോക്കറേജ് എപ്പോഴും കുറയ്ക്കാനാണ് നോക്കേണ്ടത്. അതുകൊണ്ട് സെറോദയും അപ്സ്റ്റോക്കും ഏകദേശം ഒരേ ബ്രോക്കറേജ് ആണ്. 20 രൂപയാണ് ഫ്ലാറ്റ് ഫീ, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു പെർസെൻറ്റേജ്, ട്രേഡ് എമൗണ്ടിന് ചെറിയൊരു പെർസെൻറ്റേജ്, സാധാരണ രീതിയിൽ 20 രൂപ മിനിമം പോകാറുണ്ട്. അപ്പം അത് 0.2%, 0.3% ഒക്കെ ചാർജ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് ബ്രോക്കറേജ് ഇവർ രണ്ടുപേരും കളക്ട് ചെയ്യുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അപ്സ്റ്റോക്സ് ഞാൻ പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ സ്റ്റുഡൻസ് ഇങ്ങനെ കരിക്കൊക്കെ കാണുന്ന സ്റ്റുഡൻസ് ഓൾറെഡി അപ്സ്റ്റോക്സിന്റെ ആഡ് കരിക്കിനകത്ത് കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്കും ഇത്രയും കൂടെ കംഫർട്ടബിൾ ആയിരിക്കാം ഈ ആപ്പ് ഉപയോഗിക്കാനായിട്ട്. അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇപ്പം ഫ്രീ ആയിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുന്ന ഒരു സ്കീമുണ്ട്. അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് 21 ഓഗസ്റ്റ് 2020 ഇതിപ്പം പിന്നീട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ആ ഓഫർ തന്നെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതിപ്പം ഒരു ഓഫറിലുണ്ട്. അപ്പൊ അതും കൂടി കാരണമാണ് ഞാൻ അപ്സ്റ്റോക്സ് കൊടുക്കുന്നത്. അപ്സ്റ്റോക്ക് പക്ഷെ നല്ലൊരു കമ്പനിയാന്ന് തോന്നുന്നു, നല്ല ക്രെഡൻഷ്യൽസ് ഉണ്ട് അവർക്ക്, അവരുടെ ഫൗണ്ടേഴ്സ് ഒക്കെ നല്ല ക്രെഡൻഷ്യൽസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അത് കൂടാണ്ട് നല്ല ചീപ്പ് ബ്രോക്കറേജ് ആയതുകൊണ്ട് ഇതെപ്പോഴും ഇതേ മോഡൽ ഫോളോ ചെയ്യത്തുള്ളൂ ഈ കമ്പനി. അതുകൊണ്ട് കൂടി ഞാൻ ഈ കമ്പനി സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഞാൻ വൈ ഷുഡ് ഐ ഇൻസ്റ്റാൾ അപ്സ്റ്റോക്ക്. അപ്പൊ ഇതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ട്രേഡ് ചെയ്തിട്ട് വേറൊരു റീസൺ എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പറഞ്ഞ ഇത് ചീപ്പാണ്, ഇത് ഫേമസ് ആണ്. അത് കൂടാണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ചെറിയൊരു പരിചയം ആകും. നിങ്ങൾ ഈ നമ്പേഴ്സ് മുകളിലും താഴെയും പോകണം, ലൈവായിട്ട് മാർക്കറ്റിൽ പോകണം കാണുമ്പോൾ. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തിട്ട് സ്വന്തം പൈസ ഇടരുത്, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. വൈ ഷുഡ് ഐ സെറ്റ് എ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും. അതായത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സൈക്കിൾ മന്ത്ലി കംപ്ലീറ്റ് ആവുള്ളൂ. പ്രത്യേകിച്ച് ആ ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫ്രീയുമാണ്. ആസ് ഓഫ് 21 ഓഗസ്റ്റ് 2020 ഡിമാറ്റ് അക്കൗണ്ട് ഇസ് ഓൾസോ ഫ്രീ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വലിയ ഇഷ്യൂസും ഉണ്ടാവത്തില്ല. ഈ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു വെക്കണോണ്ട് നിങ്ങൾക്ക് വലിയ ചാർജസും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എടുത്തു വെക്കണമാണ് നിങ്ങൾക്ക് നല്ലത്. പിന്നെ കൂടാണ്ട് നിങ്ങൾക്ക് പിന്നീട് ലൈസൻസ്, എനിക്ക് തോന്നുന്നൊരു 3 months ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലൈസൻസ് കയ്യിൽ കിട്ടും. അതോടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതേ ആപ്പിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. Registered now. Learning makes you stronger.